ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള ഉണ്ടപ്പുട്ട് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമായി ഇതിന് വേണ്ടത് ചിക്കനാണ്. അത് നന്നായി കഴുകി ക്ലീൻ ചെയ്യുക. പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇട്ട് നന്നായി യോജിപ്പിക്കുക. ഇനി ഒരു കടായി അടുപ്പിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി അതിലേക്ക് മസാല തേച്ച് വെച്ച ചിക്കൻ ഓരോന്നായി ഇടുക. ഇങ്ങനെയല്ലാതെ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുകയും ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്താലാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഇനി ഇത് മൂടി വെച്ച് മൊരിച്ചെടുക്കാം. ഇനി നമുക്ക് മസാലയുടെ കാര്യത്തിലേക്ക് കിടക്കാം. അതിന് 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ക്ലീൻ ചെയ്ത് ചെറുതായി നീളത്തിൽ അരിയുക. പിന്നെ ഒരു ചീനച്ചട്ടി ഇട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഇളക്കും. ഇതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചിടണം. മല്ലിയില കൂടി ഇടണം. അത് ഞാൻ വീഡിയോയിൽ ഇടാൻ വിട്ടുപോയി. ചിക്കൻ റെഡിയായി. ഇനി മസാല നല്ലോണം വഴറ്റി തീ ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ഇതിന് വേണ്ട മാവ് തയ്യാറാക്കാം. അതിനായി ഞാൻ നൈസിൻ്റെ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ വെള്ളവും ഉപ്പും ഇട്ട് നന്നായി കുഴച്ചെടുക്കുക. അത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് അല്പം എടുത്ത് കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തിയെടുക്കണം. അതിലേക്ക് കുറച്ച് മസാല ഇടുക. പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ പിച്ചതും ഇടുക. ഇനി അത് കയ്യിൽ വെച്ച് ഇങ്ങനെ നന്നായി ഉരുട്ടി അത് തേങ്ങയിലേക്ക് ഇങ്ങനെ ഉരുട്ടണം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. ഇനി എല്ലാം കൂടി അപ്പച്ചെമ്പിലിട്ട് വേവിച്ചെടുക്കണം. ഒരു അരമണിക്കൂറെങ്കിലും വേവണം. എന്നാലേ ഇതിൻ്റെ അകം നന്നായി വെന്ത് കിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടപ്പുട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കാം. ചിക്കന് പകരം ചെമ്മീൻ എടുത്താൽ മതി. ഈ ടേസ്റ്റി സ്നാക്ക് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.